ഇന്ന് ഈ ദിവസം വളരെ സന്തോഷത്തോടുകൂടി ആണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 5 വർഷത്തോളം സർവീസിന് ശേഷം ഇന്ന് ഞാൻ ഈ പദവിയിൽ നിന്നും വിരമിക്കുകയാണ്. ഇന്ന സമയം സന്തോഷമുണ്ട്, എല്ലാവരിനോടും നന്ദി കടപ്പാടുമുണ്ട്, പ്രൗഡ്നെസ്സുണ്ട്. എന്നെ വിശ്വസിച്ചിട്ട് എന്നെ ഈ ചുമതല ഏൽപ്പിച്ച എല്ലാവർക്കും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. ഈ സമയത്തിലെ എൻ്റെ സർവീസിൻ്റെ തുടക്ക ദിവസം മുതൽ ഇന്നവരെ എൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അവരുടെ അചഞ്ചലമായ സപ്പോർട്ട് നൽകിയ ഓരോ വ്യക്തിത്വത്തിനും ഞാൻ ഇവിടെ ഓർക്കുകയാണ്, അവർക്ക് നന്ദി പറയുകയാണ്. നിങ്ങളെല്ലാവരുടെ പ്രൊഫഷണലിസം, അൺവേവറിങ് കമ്മിറ്റ്മെൻറ്റ് ടു ഡ്യൂട്ടി, സാക്രിഫൈസസ്, ഇതല്ലാത്തുകൊണ്ട് കേരള പോലീസ് ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ബെസ്റ്റ് പോലീസ് ഫോഴ്സാണ്. തുടർച്ചയായിട്ട് കേരള പോലീസിനെ ലോ ആൻഡ് ഓർഡർ ആയാലും കുറ്റാന്വേഷണത്തിലായാലും പ്രശംസകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് ഓൺലൈൻ സൈബർ ക്രൈംസ് അഗൈൻസ്റ്റ് വുമൻ ആൻഡ് ചിൽഡ്രൻ്റെ കാര്യത്തിൽ വളരെ നല്ല ജോലി ചെയ്ത കേരള പോലീസിനെ MHAയുടെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. തുടർച്ചയായിട്ട് കേരള പോലീസ് ഇന്ത്യയിലെ ബെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ 5 താഴെയുള്ള പൊസിഷനിലാണ് വരുന്നത്. ഈ വർഷം നിങ്ങളെല്ലാവരും ശ്രമിച്ചാൽ 1ാമത്തെ സ്ഥാനം നേടാൻ സാധിക്കും. ഒറ്റ ദിവസം മുമ്പ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് നൽകിയ സമ്മാനത്തിലെ കേരള പോലീസ് പാസ്പോർട്ട് വെരിഫിക്കേഷനിലെ 1ാമത്തെ സ്ഥാനമാണ്. ഇതെല്ലാം കാണിക്കുന്നത് കേരള പോലീസിൻ്റെ പ്രൊഫഷണലിസം, ഡെഡിക്കേഷൻ ടു ഡ്യൂട്ടി, സർവീസ് ഓറിയൻറ്റേഷനാണ്. കേരള പോലീസിലെ ഒരു പരാതി പറഞ്ഞാൽ മറ്റേതൊരു സംസ്ഥാനത്തെ അപേക്ഷിച്ചിട്ട് വളരെ കാര്യക്ഷമമായിട്ട് നടപടി ഉണ്ടാവും എന്നതിൽ ഒരു സംശയമില്ല. അതെല്ലാം നമ്മൾ അഭിമാനിക്കാറുള്ളതാണ്. കേരള പോലീസിലെ ഓരോ ഉദ്യോഗസ്ഥൻ, CPO മുതൽ DGP വരെയുള്ള ഓരോ ഉദ്യോഗസ്ഥൻ വളരെ കോമ്പിറ്റൻ്റാണ്, ഡെഡിക്കേറ്റഡാണ്. ഈ അടുത്ത കാലത്ത് കേരള പോലീസിലെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നല്ല വിദ്യാഭ്യാസം, നല്ല ബിരുദാന്തര ബിരുദമുള്ള ഉദ്യോഗസ്ഥരാണ്, ടെക്നിക്കലി ക്വാളിഫൈഡാണ്. ഇവരുടെ ഈ നോളജ് പോലീസിൻ്റെ ജോലി ചെയ്യാൻ കുറച്ചുകൂടെ സഹായകരം ആയി. പ്രത്യേകിച്ചിട്ട് ഈ സൈബർ ഇൻവെസ്റ്റിഗേഷൻ പോലെയുള്ള സംഭവത്തിൽ അവരുടെ കൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ ഇൻഹൗസായിട്ട് ചെയ്യുന്നുണ്ട്, കുറേ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം ഇവരുടെ ഈ നോളജ് കൊണ്ട് മാത്രമേ സാധിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, കേരള പോലീസിൻ്റെ മോട്ടോ മൃദുഭാവേ ദൃഢകൃത്യേ. ഞാൻ DGP ആയിട്ട് സ്ഥാനമേറ്റതിന് ശേഷം മുതൽ ആദ്യ ദിവസം മുതൽ അതിനു മുമ്പും പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മളെല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നത് നമ്മൾ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ്. സർവീസ് ടു പീപ്പിൾ. പോലീസ് സ്റ്റേഷനിലെ ഒരു വ്യക്തി എന്തെങ്കിലും ആവശ്യത്തിന് വന്നാൽ കഴിയുന്നത്ര വേഗം ആ വ്യക്തിനോട് സ്നേഹത്തോട് സംസാരിക്കുക, ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുക, ആവശ്യമുണ്ടെങ്കിൽ കേസെടുക്കുക, താമസമില്ലാതെ അന്വേഷണം പൂർത്തിയാക്കുക, കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുക. അതോടൊപ്പം ഈ അന്വേഷണത്തിൻ്റെ പുരോഗതി
യഥാസമയത്ത് പരാതിക്കാരനെ അറിയിക്കുക. ഈ ഒരൊറ്റ കാര്യം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിച്ചാൽ പോലീസിൻ്റെ ജോലി വളരെ എളുപ്പമാവും. ഈ കഴിഞ്ഞ 2 വർഷത്തിലെ ഈ കാര്യം റിപ്പീറ്റഡായിട്ട് ഞാൻ എവിടെ പോയാലും പോലീസ് സ്റ്റേഷൻ ആയാലും ഡിസ്ട്രിക്ട് പോലീസ് ആയാലും എവിടെ ആയാലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ഒരു ഗ്രീവൻസ് റെഡ്രസൽ മെക്കാനിസം, ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം കൂടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് നിരന്തരമായിട്ടുള്ള ഈ പരിശ്രമം കൊണ്ടും ഈ കാര്യത്തിൽ മെച്ചം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്.